ഹലോ, ഇന്ന് നമ്മുടെ കുമരൻ ഡേയ്സിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അതായത് ഇന്നാണ് നമ്മൾ ഈ റൂം വെക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഉച്ചയാകുമ്പം റൂം വെക്കേറ്റ് ചെയ്താൽ മതി. അപ്പം രാവിലെയൊക്കെ എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ. ശ്രീകുട്ടി പയ്യെ വെളിയിലിറങ്ങി കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. മറ്റൊരു രണ്ടകത്തുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷായിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മളിവിടെ റിസപ്ഷൻ്റെ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ചൂസ് ചെയ്യാം. ഒന്ന് ബുഫേ സംവിധാനത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ലൈവ് കിച്ചൺ ഉണ്ട്. അവിടെ നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ അവരപ്പം തന്നെ ഉണ്ടാക്കിത്തരും. അവിടെ കിട്ടുന്നത് ദോശ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് ദോശാസ് ഉണ്ട്. പിന്നെ പാൻ കേക്ക്, ഓംലെറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലൈവായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് തരും. നമുക്ക് എന്താ വേണ്ടതെന്ന് അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇപ്പം ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇത് റെസ്റ്റോറൻറ്റിലേക്കുള്ള ഇടനാഴിയാണ്. ഇതിൻ്റെ താഴെയാണ് മീനുകളൊക്കെ ധാരാളം ഉള്ളത്. ഇവിടെ ഒരു 100 കിലോയ്ക്ക് മേളിൽ വരുന്ന ഒരു അരാപ്പയ്മയുണ്ട്. മുഴുത്ത കരിമീനുകൾ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ മീനുണ്ട്. നമുക്കിവിടെ ഫിഷ് ഫീഡിങ്ങിനൊക്കെയുള്ള സൗകര്യമുണ്ട്. രാവിലെയും വൈകുന്നേരം ഫിഷ് ഫീഡിങ് ചെയ്യാം. ഇവിടെയാണ് ലൈവ് കിച്ചൺ ഉള്ളത്. ഈ ഡോർ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ AC റെസ്റ്റോറൻ്റാണ്. അവിടെയാണ് ബഫേ ഉള്ളത്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആൾ തീരെ കുറവായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായി. നല്ല നാടൻ ബ്രേക്ക്ഫാസ്റ്റും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇവിടെ അവൈലബിളാണ്. ഇത് പൊടി ഇഡലി, സാദാ ഇഡലി, പിന്നെ ഉഴുന്നുവട, സാമ്പാർ, പലതരം ചമ്മന്തികൾ, പിന്നെ കള്ളപ്പം, ഇറച്ചിക്കറി, ഉപ്പുമാവ്, അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ഒരുപാട് സൈസ് കറികളൊക്കെ ഉണ്ടായിരുന്നു. പൂരിയൊക്കെ ഉണ്ട്. ഇതൊരു ദാൽ കറിയാണ്. പിന്നെ പൊറിച്ച്, ബേക്ക്ഡ് ബീൻസ്, സ്റ്റഫ്ഡ് മഷ്റൂം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമ്മുടെ നാടൻ കാച്ചിലുണ്ട്. കാച്ചിൽ പുഴുങ്ങിയതാണിത്. നല്ല ചിക്കൻ കറി. ഇത് നഗ്ഗറ്റ്സ്. ഇത് ബോയിൽഡ് എഗ്ഗാണ്. അത് താറാമുട്ടയുണ്ട്, കോഴിമുട്ടയുണ്ട്. അല്ലാതെ ഓംലെറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വെളിയിൽ ലൈവ് കിച്ചണിൽ പറഞ്ഞാൽ മതി. ഇവിടെ നിന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുത്തരും. ഈ സൈഡിലൊക്കെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണുള്ളത്. യോഗർട്ട്, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് സ്വീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. സാൻഡ്വിച്ചാണിത്. ഒരുപാട് സൈസ് സാലഡുകളും ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, യോഗട്ട്സ്, പിന്നെ സ്മൂത്തികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാം. അതിനകത്ത് ബ്ലൂബെറി സ്മൂത്തി അടിപൊളിയായിരുന്നു. പിന്നെ മുളപ്പിച്ച പയർ, ഓട്സ്, കോൺഫ്ലെക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കട്ട് ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഫ്രഷായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണെല്ലാം. ഇവിടെയാണ് ഫുഡ് ലൈവായിട്ട് കിട്ടുന്നത്. ഞങ്ങളിവിടെ ഒരു ഓംലെറ്റ് പറഞ്ഞു. ഇതാണ് ഓംലെറ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഫിഷിനെ ഫീഡ് ചെയ്യാൻ പോയി. ഇതിന് അരാപ്പയ്മയോ? വെളിച്ചം. ഇത് ഇവർ വളർത്തുന്ന ഒരു അരാപ്പയ്മയാണ്. ഏകദേശം 100 കിലോയ്ക്ക് മേളിലുണ്ടാവും അതിൻ്റെ തൂക്കം എന്നാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ കരിമീനുകൾ ധാരാളം ഉണ്ട്. ഇത് നമ്മൾ ക്യാമറ കാണുമ്പോൾ അത്ര മനസ്സിലാകത്തില്ല. വലിയ കരിമീനാണ്. അത് ഇഷ്ടം പോലെയാണ് അതിനകത്ത്. അപ്പോൾ ഫീഡിങ് സമയമാണിപ്പോൾ.
നമ്മൾ തീറ്റി ഇട്ട് കൊടുത്തപ്പോൾ എല്ലാം കൂടെ ഓടി വന്നതാണ്. ഇത് ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ ധാരാളം മീനുകളുണ്ട്. ഈ പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറയും ഫിഷ് ഫീഡിങ് നമുക്ക് നടത്താം. വലിയ മീൻ വന്നിട്ടുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അരാപ്പയ്മ പാളത്തിനിടയിലേക്ക് പോയി. പിന്നെ ആർക്കും കാണാൻ പറ്റിയില്ല. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് കുറച്ച് ചിക്കൻ പീസുമായിട്ട് വന്നു. അതിട്ട് കൊടുത്താൽ ഇറങ്ങി വരും. ശരി, ഇവിടെ നോക്കോ, ഞാൻ വരാം. ഗുഡ് മോർണിംഗ്. What did you have? Didn't see it went down. Went down. അങ്ങനെ കുറച്ച് നേരം നിന്ന് ഫിഷിനെയൊക്കെ ഫീഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. നമുക്കിനി കുളിച്ച് ഫ്രഷായിട്ട് റൂം വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുപോകാനായിട്ട് അവിടുന്ന് വണ്ടി വന്നു. എടുക്കാം. ഈ ലഗേജുകളൊക്കെ ഇപ്പോൾ റിസപ്ഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ ചെക്കൗട്ട് കഴിഞ്ഞ് വണ്ടി എടുക്കുമ്പോഴേക്കും ഇവരത് വണ്ടിയിലേക്ക് വെച്ച് തരും. നമ്മൾ താമസിച്ച റൂമിൻ്റെ ബാക്ക് സൈഡാണിത്. നമ്മുടെ ലഗേജുകളൊക്കെ ഇവിടെ വാതിൽക്കൽ കൊണ്ട് അവർ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ അവിടെ ചെക്കൗട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പുതിയ ആൾക്കാർ അവിടെ എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ പുതുതായിട്ട് വന്ന കുട്ടികളാണ്. ചെക്കൗട്ടിനുള്ള കുറച്ച് ഫോർമാലിറ്റീസും കൂടെ അവിടെ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആക്കി ഞങ്ങൾ വൈകിയ വീട്ടിലേക്ക് യാത്ര ഇരിക്കുകയാണ്. വണ്ടി വന്നപ്പോഴേക്കും അവർ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് തന്നു. അങ്ങനെ ഗോകുലം ഗ്രാൻഡിനോട് വിട പറഞ്ഞ് ഞങ്ങളിന്ന് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.